എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എത്ര സമയം നമ്മുടെ ഹസ്ബൻഡിനോട് സംസാരിക്കാറുണ്ട്? അല്ലെ തിരിച്ച് ഹസ്ബൻഡുമാർ എത്ര സമയം വൈഫിനോട് സംസാരിക്കാറുണ്ട്? ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഫേസ്ബുക്ക് ഇങ്ങനെ തട്ടി 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 കൊണ്ട് നോക്കണമെന്നുള്ളൊരു ആഗ്രഹക്കാരാന്ന് തോന്നുന്നു. ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, അവരുടെ ഹസ്ബൻഡ് വീട്ടിൽ വരുന്ന ബെല്ലടിക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ തന്നെ ഡോർ തുറക്കുമ്പോഴേ കാണുന്നത് പുള്ളിക്കാരൻ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. വന്ന് ഡ്രസ്സ് മാറി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ കണ്ണിൽ ഉറക്കം വരുന്നത് വരെ ഫോൺ നോക്കും. പുള്ളിക്കാരിക്ക് എന്ത് വിഷമമുണ്ടെന്നറിയാമോ? വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിക്കണം എന്നുണ്ട്, സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് തമ്മിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നുമില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി ആരോടായി കുഞ്ഞുങ്ങളുമായിട്ടാണ് അവരുമായിട്ട് കളിക്കുന്നത്, ചിരിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുന്നു. പക്ഷേ ഹസ്ബൻഡാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. പിണക്കമുണ്ടായിട്ടല്ല, ഹസ്ബൻഡ് ഓർക്കും അവർ എന്തെങ്കിലും ചെയ്യട്ടെ, അവരെൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു ധാരണയിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് സ്ത്രീകളെന്ന നിലയിൽ തുറന്ന് സംസാരിക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? ഇപ്പം നമ്മളൊരു വേറൊരു കൂട്ടുകാരോടോ അല്ലെങ്കിൽ പുറത്തുള്ളവരോടോ സംസാരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് സ്വന്തം ഹസ്ബൻഡിനോട് തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ എത്ര പേർക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസിൽ നിന്ന് ഇപ്പോൾ ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഹസ്ബൻഡുമാർ ഇങ്ങനെ അവരുടേതായ ലോകത്തോട്ടിരിക്കുമ്പം വീട്ടിൽ ജോലിക്കൊന്നും പോകാതിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ, ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ശരി, അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആൾ. അപ്പം സംസാരിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവരനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അവർക്കപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ മനസ്സിൽ അടിക്കടിക്ക് വെക്കും. ചില ഹസ്ബൻഡുമാരാണ് 10 പ്രാവശ്യം ഇങ്ങനെ കേക്ക് ചേട്ടാ എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ പറയും. അപ്പോൾ പറയും. പറഞ്ഞാലും ഫോണിൽ നിന്ന് കണ്ടെടുക്കാത്തവരാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞേ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിക്കാരി ആരായി തകർന്ന് തരിപ്പണാവും. ഇത്ര നേരം എന്തുവാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഓർക്കും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഒരുപാട് പേര്. അപ്പം നമ്മൾ പലരെയും കാണുന്ന, പലരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊന്ന് പറഞ്ഞാൽ അവരുടെ വിഷമങ്ങളൊന്ന് പറയാനായിട്ട് ആളില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ശരി, ഒരുപാട് ഇങ്ങനെ ഗ്യാപ്പ് വന്ന് സംസാരിക്കാതെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത് പോയിരുന്ന് ചേട്ടാ അങ്ങനെയാന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അതിങ്ങനെ പയ്യെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതായി പോകുന്നത്. അപ്പോൾ അവരുടെ വിഷമങ്ങൾ എന്ത് ചെയ്യും? മനസ്സിൽ അടിക്കി ഇവിടം വരെ വെച്ചിട്ടുണ്ടാവും. അത് എപ്പോഴാണ് പൊട്ടണേന്ന് അറിയാവോ? അവർ തമ്മിലൊരു വഴക്കുണ്ടാകുമ്പോൾ ഇതെടുത്ത് പുറത്തോട്ടിടും. അപ്പോഴാ ഹസ്ബൻഡ് കണ്ണുമിഴിക്കണോ, അയ്യോ അവൾക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടായിരുന്നോ, ഇവളെപ്പോൾ ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് തിരിച്ചു ചോദിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അവർ വിചാരിക്കാനുള്ള കാര്യം അതിനൊരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല. കുറച്ച് നേരം അവരോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അതില്ല. എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ TV ഉണ്ടാവും. അത് കണ്ടാണ് എല്ലാവരും വീട്ടിൽ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പലവർക്കും പല മാനസികമായ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ശരിയല്ലേ, എന്തോരം പേരാണ് ഇങ്ങനെ വേദന അനുഭവിക്കുന്നവർ. എത്ര പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർക്കൊന്ന് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരോട് സംസാരിക്കണം, വേറെ ഫ്രണ്ട്സിനോടോ മറ്റുള്ളവരോടോ സംസാരിക്കണം. അതിൽ എത്രയോ ബെറ്ററാണ് സ്വന്തം ഹസ്ബൻഡിനോട് സംസാരിക്കുന്നത്. ഇങ്ങനെ അനുഭവങ്ങൾ എത്ര പേർക്കുള്ളത്? ഒരുപാട് പേർക്കുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡുമാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല ചേട്ടാ, വന്നു കഴിഞ്ഞ് 1 മണിക്കൂർ അവർക്കൊരു സമയം കൊടുക്കണമല്ലോ. 1 മണിക്കൂർ മൊബൈലിൽ നോക്കുക. 1 മണിക്കൂർ വെച്ചാൽ സമയം നോക്കണമെന്നല്ല, ഏകദേശം കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞ ശേഷം വൈഫിനോടും പിള്ളേരോടും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പോകണമെന്നുള്ളതാണ്. സ്ത്രീകൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് നേരം ഫോണിൽ അഡിക്റ്റായിട്ട്, പകലൊക്കെ ഇരിക്കുമായിരിക്കാം, യൂട്യൂബൊക്കെ കാണുന്നവരും ഫേസ്ബുക്ക് കാണുന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും രാത്രിയാകുമ്പോൾ അവർക്ക് കുക്കിംഗ് ഉണ്ടാവും, പിള്ളേരുടെ കാര്യം നോക്കണം, സ്കൂളിൽ പോകേണ്ട കാര്യങ്ങൾ അത് നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പുരുഷന്മാർക്കാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇതില്ലാത്തതെന്ന് തോന്നുന്നു. അവരാണ് കൂടുതൽ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം പുരുഷന്മാർ അത്രയും കംപ്ലൈൻറ്റ് പറയുന്നില്ല, സ്ത്രീകൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ കേട്ടേ ഇല്ല. ഓക്കെ, മറ്റുള്ളവർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകളാണ് കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നത്, അവർക്ക് ഒന്ന് സംസാരിക്കണം, തുറന്ന് സംസാരിക്കാൻ ആളില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഇങ്ങനെയാണോ? തുറന്ന് സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രെസ്സായിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നവരാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണേ. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഹസ്ബൻഡുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. കുറച്ച് നേരം വൈഫിനും പിള്ളേർക്ക് സമയം കൊടുക്കണം. കുറച്ച് നേരം അവരുമായിട്ട് വല്ല ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പം അവരുമായിട്ടുള്ളൊരു അകൽച്ച മാറിക്കിട്ടി ഒരുമിച്ച് പോകാൻ പറ്റും.